ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിൻ്റെ പുതിയ ക്യാപ്റ്റനെ ഉടൻ പ്രഖ്യാപിച്ചേക്കും. നിലവിലെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ടെസ്റ്റിൽ നിന്ന് വിരമിച്ചതിന് പിന്നാലെയാണ് പുതിയ ക്യാപ്റ്റനെ കണ്ടെത്താൻ BCCI നിർബന്ധിതരായത്. 2025-2027 ICC ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗമായുള്ള ഇന്ത്യയുടെ ആദ്യ പരമ്പര ജൂണിൽ ഇംഗ്ലണ്ടിനെതിരെയാണ്. പരമ്പരയ്ക്കുള്ള ടീമിനെ അടുത്ത ദിവസം തന്നെ പ്രഖ്യാപിക്കും. ഇതിനൊപ്പമായിരിക്കും പുതിയ ക്യാപ്റ്റന്റെയും പ്രഖ്യാപനം എന്നാണ് റിപ്പോർട്ടുകൾ. യുവതാരം ശുഭ്മാൻ ഗിൽ, വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്ത്, പേസർ ജസ്പ്രീത് ബുംറ എന്നിവരൊരാൾ രോഹിത്തിന്റെ പിൻഗാമി എന്നാകുമെന്നാണ് സൂചന. പക്ഷേ ജസ്പ്രീത് ബുംറ ക്യാപ്റ്റനാകാൻ ഇല്ല എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ടെസ്റ്റ് ക്യാപ്റ്റനാകാൻ ഏറ്റവും അധികം സാധ്യത ശുഭ്മാൻ ഗില്ലിനാണ്. ഏകദിന ടീമിൽ രോഹിത്തിന്റെ വൈസ് ക്യാപ്റ്റനായിരുന്നു ഗിൽ. ഈ പരിചയസമ്പത്തും വിരാട് കോഹ്ലിക്ക് ശേഷം ഇന്ത്യൻ ക്രിക്കറ്റിലെ പോസ്റ്റർ ബോയ് പ്രതിച്ഛായുള്ളതും ഗില്ലിന് മുൻതൂക്കം നൽകുന്നു. രോഹിത് ശർമ്മ വിരമിച്ചതിന് പിന്നാലെ പരിശീലകൻ ഗൗതം ഗംഭീറും ചീഫ് സെലക്ടർ അജിത് അഗാർക്കറും ഗില്ലിനെ കണ്ടു സംസാരിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ടെസ്റ്റ് ക്രിക്കറ്റിലെ ബാറ്റിംഗ് കണക്കുകൾ ഗിൽ അല്പം പിന്നിലാണ്. ടെസ്റ്റിൽ 32 മത്സരങ്ങളിൽ 59 ഇന്നിംഗ്സുകളിലായി 35.05 ശരാശരിയിൽ 1893 റൺസാണ് ഗില്ലിന്റെ നേട്ടം. ഏഷ്യക്ക് പുറത്തെ ഗില്ലിന്റെ ടെസ്റ്റ് ശരാശരി 29-ൽ താഴെയാണ്. ഇംഗ്ലണ്ടിൽ ഉയർന്ന സ്കോർ 28 റൺസും. ഏഷ്യക്ക് പുറത്തൊരു ടെസ്റ്റ് സെഞ്ചുറി ഇല്ലെന്നതും ഈ 25-കാരൻ ഗില്ലിന് തിരിച്ചടിയാവുന്ന സംഗതിയാണ്. വളരെ പ്രതീക്ഷയിലാണ് ഋഷഭ് പന്ത്. ഗിൽ കഴിഞ്ഞാൽ ക്യാപ്റ്റനാകാൻ ഏറ്റവും സാധ്യത കൽപ്പിക്കുന്നത് വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്തിനാണ്. T20യിലും ഏകദിനത്തിലും പന്തിന്റെ പ്രകടനം പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നിട്ടില്ലെങ്കിലും ടെസ്റ്റ് ടീമിൽ ഈ ഇടം കയ്യൻ ബാറ്റർ അവിഭാജ്യ ഘടകമാണ് എന്നാണ് മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നത്. ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ തനി പരാജയം തന്നെയായിരുന്നു. IPLൽ ലക്നൗ സൂപ്പർ ജയൻസിന്റെ ക്യാപ്റ്റനായ പന്തിന്റെ നേതൃത്വ ഭാവം BCCI അധികൃതർ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. അതായത് IPLൽ കട്ട ഫ്ലോപ്പാണ് മച്ചാൻ, പക്ഷേ BCCIയിൽ ഗോഡ് ഫാദേഴ്സ് ഉണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഇദ്ദേഹത്തിന് ചാൻസ് കിട്ടുന്നതെന്നാണ് സീക്ക് സ്പോർട്സിന്റെ അഭിപ്രായം.